പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോയ ശേഷം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തിരിച്ചെത്താം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ 4ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീക്ക് വീണ്ടും ആശ്വാസം. ജയശ്രീയുടെ അറസ്റ്റിനുള്ള വിലക്ക് ഹൈക്കോടതി വെള്ളിയാഴ്ച വരെ വീണ്ടും നീട്ടിയിരിക്കുന്നു. ജയശ്രീ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ചയാണ് പരിഗണിക്കുന്നത്. വെള്ളിയാഴ്ചത്തേക്ക് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. അതുവരെ അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് കോടതി നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ 4ാം പ്രതിയാണ് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റിനുള്ള വിലക്ക് ഹൈക്കോടതി വെള്ളിയാഴ്ച വരെ നീട്ടിയിരിക്കുകയാണ്. 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീ ആയിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി. അപ്പോൾ ജയശ്രീക്കും ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു സ്വർണ്ണക്കവർച്ചയിൽ പങ്കുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു. അപ്പോൾ നേരത്തെ തന്നെ അറസ്റ്റ് ഉണ്ടായേക്കാവുന്നതാണ്, അല്ലെങ്കിൽ നേരത്തെ അറസ്റ്റ് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇതിന് മുൻപേ തന്നെ ജയശ്രീയുടെ അറസ്റ്റ് വിലക്ക് വീണ്ടും നീട്ടിയ സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച വരെ നീട്ടിയിരുന്നു. ഇപ്പോൾ അത് വീണ്ടും വെള്ളിയാഴ്ച വരെ നീട്ടിയിരിക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്നു, തിരുവാഭരണം കമ്മീഷണറായിരുന്നു, മുൻ കമ്മീഷണർ കൂടിയായിരുന്നു എസ് ജയശ്രീ. മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ ഹൈക്കോടതി പരിഗണിക്കുമെന്നുള്ള വാർത്തകളിലേക്കൊക്കെ തന്നെ വന്നിരുന്നു. അന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരുന്നു. ഇതിനെ തുടർന്ന് പിന്നീടുള്ള നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ തന്നെ നിരീക്ഷിച്ചതാണ്. അതിൽ ഇപ്പോൾ എസ് ജയശ്രീയുടെ അറസ്റ്റ് വിലക്ക് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എസ് ജയശ്രീയെ എന്നുള്ള തരത്തിൽ ഹൈക്കോടതിയും തീരുമാനമെടുത്തിരുന്നു. അറസ്റ്റ് വിലക്ക് നീട്ടിയിരുന്നു, ചൊവ്വാഴ്ച വരെ നീട്ടിയിരുന്നു. ആ അറസ്റ്റ് വിലക്ക് ഇപ്പോൾ വീണ്ടും വെള്ളിയാഴ്ച വരെ നീട്ടിയിരിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതുവരെ അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശം.